അസ്സാം വലൈക്കും ഹായോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതില്ലേ കുറച്ച് കിച്ചൺ ടിപ്സാണ്. ഈ ഒരു ചെടി കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പൂവും. അപ്പോൾ നമ്മുടെ വീട്ടിലെ പന്നീർ പൂവല്ലേ ഇല്ലേ, കുറച്ച് വലിയ പൂക്കളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മൾ കിച്ചണിൽ ഉണ്ടാകുന്നൊരു സംഭവമാണ് മുട്ടത്തോട്. അത് ഉണക്കി പൊടിച്ച് ചേർത്താൽ നല്ല വലിയ പൂക്കളായിട്ട് വരും. സാധാരണ പൂക്കൾ വിരിയുന്നത് തന്നെ കുറച്ചുകൂടി വലുതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ടിപ്സായിട്ട് നോക്കാം. പിന്നെ നമ്മളെ വീട്ടിലുണ്ടാകുന്ന അച്ചാറിൻ്റെ ബോട്ടിൽ, പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഫുഡെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കറിയൊക്കെ കിട്ടുന്ന ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, ഇതൊക്കെ കഴുകിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല. ആ ഒരു എണ്ണമയം നമ്മളെ സ്ക്രബ്ബറിലെല്ലാം ആയിട്ട് പിന്നെ ബാക്കി കഴുകുന്ന പാത്രങ്ങളിൽ കൂടി ഈ എണ്ണമയം ആവും. അപ്പം ഞാൻ ചെയ്യുന്നൊരു ഈ അടുത്തായിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു ടിപ്പാണ്. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ തന്നെ കിട്ടിയതാണ്. ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതിലേക്ക് ഇട്ടുക, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴുകിയാൽ ആ ഒരു ടിഷ്യൂ ഇതിലുള്ള ഫുൾ എണ്ണമഴ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ആ ഒരു ബോട്ടിൽ ഒട്ടും എണ്ണമഴ ഉണ്ടാവില്ല, ഈസി ആയിട്ട് കഴുകിയെടുക്കാൻ പറ്റും. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പ്ലേറ്റ് കഴുകുന്ന ആ ഒരു സ്ക്രബ്ബർ വെച്ച് നമ്മൾ കഴുകുമ്പോൾ ഇതിലെ എണ്ണമഴ പിന്നെ അടുത്ത കഴുകുന്ന പാത്രത്തിലാകും, അല്ലെങ്കിൽ ഒരുപാട് തവണ നമ്മൾ വീണ്ടും കഴുകി എടുക്കേണ്ടി വരും. ഈ കണ്ടില്ല, ഈ ടിഷ്യൂവിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്തായിന് ആ ഒരു ഫുള്ള് എണ്ണ ഒക്കെ അബ്സോർബ് ആയിട്ട് ഇതിലൊട്ടും എണ്ണമഴയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ എത്ര ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ കുറേ സോപ്പ്, കുറേ വെള്ളം ഒക്കെ നമുക്ക് വേസ്റ്റാക്കി നമ്മളിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ബ്ലാക്ക് കളറാണല്ലോ ഒന്ന് കഴുകിയത്. അപ്പോൾ എൻ്റെ അച്ചാറിൻ്റെ ബോട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്, അതുകൂടി ഞാനൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം. ഇത് പ്ലെയിൻ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇതിലുള്ള നമ്മുടെ ആ ഒരു എണ്ണയും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ കാല് റെഡി ആയിട്ടില്ല കേട്ടോ. കാല് നല്ല വേദന വീണ്ടും വന്നിട്ട് ഞാനിപ്പോൾ റെസ്റ്റിലുള്ള. അപ്പോൾ കൂടുതൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പുറത്ത് നല്ല ഫുഡ് വാങ്ങുന്ന സമയത്ത് ഈ ഒരു ബോട്ടിൽ കഴുകി എടുക്കാമെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ല, നല്ലപോലെ ആ ടിഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം അബ്സോർബ് ചെയ്ത് ടിഷ്യൂ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റെഡ് കളറായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ ബോട്ടിൽ ഫുള്ളി ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് കഴുകി കളയട്ടാ. ഞാനിതൊക്കെ കഴുകി നല്ലപോലെ ഉണക്കി വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ബാക്കി വരുന്നതൊക്കെ നമ്മൾ സാധാരണ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ടിപ്പിക്കൽ മലയാളി തന്നെയാണ് ഞാനും, അല്ലേ? നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്തിൽ എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കുറേ നമ്മൾ നമ്മുടെ ലിക്വിഡെല്ലാം ഉപയോഗിച്ച് കഴുകി എടുക്കണ്ടേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവേണ്ട. അപ്പോൾ അതില്ല, ജസ്റ്റ് ഒരു വാഷ് ചെയ്യുക, കഴുകുക, ഉണക്കുക, കൊണ്ടുപോയി വെക്കുക, നമുക്ക് പിന്നെ റീയൂസ് ചെയ്യുക. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ടിഷ്യൂ കാരണം നമുക്ക് എത്രയോ നമ്മുടെ ലിക്വിഡ് കിച്ചണിൽ ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് വെള്ളം നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. കുറേ പ്രാവശ്യം ഞാനെല്ലാം ആദ്യമാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ കഴുകി എടുക്കണമെങ്കിൽ ഒരുപാട് തവണ കഴുകി അങ്ങനെയായിരുന്നു. അപ്പോൾ നല്ല നീറ്റാകുന്നുണ്ട്. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിച്ചണിലെപ്പോൾ നമ്മുടെ അടുത്ത് ടിഷ്യൂ ഉണ്ടാവില്ല, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. നമ്മൾ അതേപോലെ തന്നെ വെളിച്ചെണ്ണ പാത്രങ്ങൾ ആദ്യം ഒന്ന് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് കഴുകിയാൽ കുറേ അങ്ങ് ടിഷ്യൂലേക്ക് അബ്സോർബ് ആയാൽ പിന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏത് ബോട്ടിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാവും ആ ഒരു മെത്തേഡ്. അപ്പോൾ ഇനിയുള്ളത് മുട്ടയുടെ ഞാൻ കുറച്ച് തോല് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ മുട്ടമാലയുടെ വീഡിയോ കാണാത്തവരുണ്ട്, ഒന്ന് പോയി കാണണേ. നല്ലോണം റീച്ച് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. സ്ത്രീകൾക്കൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ എല്ലാവർക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കൊരു വരുമാന മാർഗ്ഗം ആഗ്രഹമുണ്ടെങ്കിൽ. അപ്പോൾ ഞാനതൊന്ന് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടോ, അന്ന് ഉണക്കിയെടുത്ത മുട്ടത്തോലാണിത്. അത് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അന്ന് ഞാനിങ്ങനെ ഓരോ തിരക്കുകൾ കാരണം ഇത് പൊടിച്ചെടുത്തിട്ട് മെയിനായിട്ട് സൂക്ഷിക്കുന്നത് ഇങ്ങനെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടൊരു വീഡിയോ ആയിരുന്നു. ഇങ്ങനെ നമ്മളെ ഫ്രൈങ് പാനിന് ബാക്ക് വശം ഇങ്ങനെ ഭയങ്കര കറുപ്പ് കളറായിട്ട് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഇത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അവരത് ക്ലീൻ ചെയ്തുമ്പോൾ പോകുന്നതായിട്ട് കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാലോ എന്നുള്ള. പക്ഷേ ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ സംഭവം. ഞാനിത് ഒരുപാട് തവണ ഇങ്ങനെ ഭയങ്കര എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകി എടുത്തിട്ടും ഇത് വലിയൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു മുട്ടത്തോടെ നിങ്ങളും കാണുന്നുണ്ട്, ട്രൈ ചെയ്യാൻ നിൽക്കേണ്ട, വെറുതെ ടൈം വേസ്റ്റാണ്. പിന്നെ ഈ ഒരു മുട്ടത്തോട് ഇങ്ങനെ പൊടിച്ചിട്ട് നല്ല ഡ്രൈ ആയ പാത്രത്തിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ചെടികൾക്കും കറിവേപ്പിലക്കും അങ്ങനത്തെ ഒക്കെ വളമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതൊക്കെ പിന്നെ കാണിച്ചത്. ഇപ്പോൾ കാലിന് വയ്യാത്തതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാനോ ചെടികളെ ഒന്നും നോക്കുന്നൊന്നുമില്ല. ഇപ്പോൾ പുറത്തിറങ്ങലേ വളരെ കുറവാണ്. അതുകൊണ്ടാണ് മക്കൾ തന്നെയാണ് പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്, അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല.
എന്തായാലും ഞാൻ വിചാരിച്ചതാണ് മുട്ടത്തോട് ഇപ്രാവശ്യം ചെടികൾക്കൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ കണ്ടില്ല, ഇത്രയും മാത്രമേ എനിക്ക് വെളുത്ത് കിട്ടിയിട്ടുള്ളൂ. ഞാൻ കണ്ട വീഡിയോയിൽ അവർ 1-2 പ്രാവശ്യം കഴുകുമ്പോഴത്തേക്ക് നല്ല പുതിയ ഫ്രൈ പാൻ്റെ ആ ഒരു അടിഭാഗം പോലെ ആയിട്ടുണ്ട് ആ വീഡിയോയിൽ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് അത് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതെനിക്കിങ്ങനെ എഡിറ്റിങ്ങിലൊന്നും വലിയൊരു അറിവുള്ള ആളല്ല. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, നമ്മൾ ആ ഒരു അടിച്ചു വരുന്ന ചൂല് എങ്ങനെയാണ് കഴുകുക ഉണക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് കഴിച്ച് ഇങ്ങനെ നല്ലപോലെ നമുക്ക് സോപ്പ് വെച്ച് വാഷ് ചെയ്ത് ഉണക്കിയെടുക്കാം. അതൊരു പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലേ, വലുതായിട്ട് കുക്കിംഗ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, കാലിന് വേദന ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഫിഷ് കട്ട് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഈസി ആയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു കഞ്ഞി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് നമ്മുടെ ചോറ് വെക്കുന്ന പൊന്നി അരിയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് ചെറുപയർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ പഴയകാല റെസിപ്പിയാണ്. നിങ്ങൾ ആരൊക്കെ ഇപ്പോൾ ട്രൈ ചെയ്യലുണ്ടെന്നൊന്ന് പറയണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലിന് ഓഫ് ചെയ്തിട്ട് അവിടെ വെക്കുക. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്താൽ മതിയേ. അത് വേവുന്ന സമയത്ത് ഇപ്പം ഞാൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 ചെറിയ ഉള്ളി നടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ആ വെളിച്ചെണ്ണ കിടന്ന് നല്ലപോലെ അതൊന്ന് ഗോൾഡൻ കളറായതിനു ശേഷം ഇതേപോലെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മുളകും നമ്മുടെ വാളം പുളിയില്ലേ, സാമ്പാർ പുളി, അത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഞാൻ. അതുകൂടി ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ വെളിച്ചെണ്ണ ചൂടുന്ന് ആ ഒരു പുളി എന്താണ് നല്ലപോലെ സോക്കായിട്ട് വരും. എന്നിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവറായിട്ടുള്ള ചട്നിയാണ്. ഈ ഒരു പുളിയുടെയും ആ ഒരു എരിവും ഒക്കെ കൂടിയിട്ട് നമുക്ക് ഈ ഒരു കഞ്ഞിക്ക് നല്ല സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ സോക്കായതിന് ശേഷം തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിതിലേക്ക് ഒരു 1.5 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയത് എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ ഇപ്പോൾ തേങ്ങ ചിരണ്ടാനൊന്നും എന്നെക്കൊണ്ട് പറ്റാത്തൊരു സാഹചര്യത്തിലുള്ള നല്ലോണം കാലിന് വേദന എന്ന് പറഞ്ഞാൽ നല്ല വേദനയാണ്. അപ്പോൾ നല്ലപോലെ പൊടിച്ചെടുത്ത് ഉരുട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്കൊരു ചോറിനൊക്കെ ആയിട്ട്. ചോറും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു കഞ്ഞിക്ക് മാത്രമല്ല, പക്ഷേ ഈ ഒരു കഞ്ഞിക്ക് പ്രത്യേക ഒരു ഫ്ലേവറാണ് ഈ ഒരു സൈഡിൽ ഈ ഒരു ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു തിള വരുന്നതിന് ശേഷം ഓഫ് ചെയ്ത് കളയുക. നമ്മൾ വേവിച്ചിട്ട് കുറച്ച് മുൻകൂട്ടി വെക്കാം. നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ആ ചൂടോട് കൂടി തന്നെ കഴിക്കുമായിരിക്കും ടേസ്റ്റ് ഉണ്ടാകട്ടെ. അപ്പോൾ കുട്ടികളൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പപ്പടം കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പപ്പടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കഞ്ഞിയും അതിനോടൊപ്പം ആ ഒരു ചട്നിയും മാത്രം മതി നമുക്ക്. പക്ഷേ ഞാൻ വിചാരിച്ച് ഫസ്റ്റ് ടൈമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് അവർ കഴിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടേനും. കുഴപ്പമൊന്നുമില്ല അവർക്ക്. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ചെറുപയർ കറി കൂട്ടാത്ത കുട്ടികൾ, പിന്നെ പച്ചക്കറി അധികമായിട്ട് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രോട്ടീൻ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചെറുപയർ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കഞ്ഞിയാകുമ്പം അടിപൊളിയാണ്. എൻ്റെ മക്കൾക്ക് ചെറുപയർ കഞ്ഞിയെല്ലാം കഴിക്കാൻ ഞാൻ വിചാരിച്ച് ഭയങ്കര മടിയായിരിക്കും. പക്ഷേ ഈ ഒരു ചമ്മന്തി ഒരു പപ്പടമൊക്കെ കൂട്ടിയിട്ട് അവർ ആസ്വദിച്ചിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാൻ അതിലേറെ ആസ്വദിച്ചിട്ടാണ് കഴിച്ചത്. ഒന്നാമത് ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വയറിന് കുളിർമയുള്ള സംഭവങ്ങൾ കഴിക്കണമെന്ന് എൻ്റെ ഒരു ഇത്. എത്രത്തോളം ശരിയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്കങ്ങനെ കഴിക്കുമ്പോൾ ഒരു സമാധാനമാണ്. ഒരുപാട് മെഡിസിൻ ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട്. കാലിൻ്റെ ഒരു ദിവസത്തെ എൻ്റെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ നല്ല റൈറ്റ് ഉണ്ട്. ഒരു ദിവസത്തെ മെഡിസിന് ഒരു 10 ദിവസത്തെ മെഡിസിൻ എനിക്കൊന്നൊരു 3000 രൂപേൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻ കഴിക്കുമ്പോൾ അത് അറിയാലോ, എല്ലിൻ്റെതും നരമ്പിൻ്റെതും ഒക്കെ നമുക്ക് ന്യൂറോ പിന്നെ ഒക്കെ ആകുമ്പോൾ നല്ല മെഡിസിൻസൊക്കെ നല്ല എന്താണ് അത്യാവശ്യം ഡോസും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സമാധാനമായിട്ട് പുറത്തിറങ്ങി കുറച്ച് ഉമ്മാടൊക്കെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉമ്മ ചൂല് കെട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് വീഡിയോ ആക്കിയത്. കാരണം ഈ പട്ടച്ചൂല് കൊണ്ട് അടിക്കാൻ ആർക്കൊക്കെ ഇഷ്ടമുണ്ട് മുറ്റോ, എനിക്ക് നിർബന്ധം കേട്ടോ പട്ടച്ചൂല്. നമ്മുടെ നല്ല വൃത്തിക്ക് എന്താ പറയുക പറ്റിച്ചടിക്കണമെന്ന് പറയും എൻ്റെ ഉമ്മ. പണ്ടേ മുറ്റടിക്കുന്ന സമയത്ത് നമ്മളോട് പറയും നല്ലോണം സൈഡൊക്കെ അങ്ങ് പറ്റിച്ചടിച്ചാടാന്ന് പറഞ്ഞിട്ട് മുറ്റടിക്കാൻ നമ്മളെ ചെറുതിലേ ശീലിപ്പിച്ച് വെച്ചത്. ഇപ്പോൾ എൻ്റെ മുറ്റത്ത് മെറ്റലായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല. ഞാൻ ഇളക്കൽ ചൂലാണ് അധികം ഉപയോഗിക്കുന്നത്. പട്ട എന്ന് പറഞ്ഞാൽ കവുങ്ങിൻ്റെ ഇലയാണ് നമ്മൾ പട്ട എന്ന് പറയുന്നത്. പാളയില്ലേ, നമ്മളിങ്ങനെ പാള കവുങ്ങിൻ്റെ തടിയോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഭാഗം പാള, പിന്നെ ആ ഒരു ഇലയാണ് തണ്ടോട് കൂടിയിട്ടുള്ള ഇലക്കാണ് നമ്മൾ പട്ട എന്ന് പറയുന്നത്. ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിലാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ പട്ട ചൂലെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിക്ക് അടിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നല്ല പട്ട കിട്ടണം എന്ന് ഉമ്മ എപ്പോഴും പറയുന്ന കേൾക്കാം. അത് നല്ലതും ചീത്ത എങ്ങനെയാണെന്ന്
മനസ്സിലാക്കാൻ എനിക്കറിയില്ല. പക്ഷെ ഉമ്മ ഇങ്ങനെ ചില സമയത്ത് നമ്മൾ വീണ് കിട്ടുന്നത് ഉമ്മ ഇതാന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കുമ്പോൾ ചിലത് പറയും ഇത് പറ്റൂല, അത് നന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളയും. പിന്നെ നല്ലതൊക്കെ നോക്കി ഉമ്മ മാറ്റി വെക്കും. എന്നിട്ടിങ്ങനെ ഇതേപോലെ മുറിച്ചിട്ട് ഒരു സൈഡിൽ വെക്കും. സമയം ഉണക്കി വെക്കും. സമയം കിട്ടുന്ന സമയത്ത് ഇതേപോലെ ചൂലാക്കി മാറ്റിയെടുക്കും. അപ്പോൾ ഇതിപ്പോൾ വാങ്ങിക്കാനൊക്കെ കിട്ടുന്നുണ്ട് കടകളിലൊക്കെ. പക്ഷേ നമുക്കിവിടെ ഇഷ്ടം പോലെ കവുങ്ങുണ്ട്. അതുകൊണ്ട് ഒരുപാട് കവുങ്ങിൻ്റെ ഈ ഒരു പട്ടയും കിട്ടാനുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ കെട്ടാൻ അറിയാത്താണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. പഴയ തുണി വെച്ചിട്ടാണ് ഉമ്മ ചെയ്തെടുക്കുന്നത്. കയറൊന്നും കെട്ടാൻ നേരത്ത് ഉമ്മക്കൊരു കയറ് കിട്ടീനി, പക്ഷേ അതങ്ങനെ ടൈറ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഉമ്മ ഈ ഒരു പഴയ തുണി വെച്ചിട്ടാകുമ്പോൾ ഉമ്മക്ക് പണ്ടത്തെ പോലെ കൈക്ക് അത്രക്ക് ഉമ്മ പറയും എൻ്റെ കൈൻ്റെ ആവതെല്ലാം കുറഞ്ഞു പോയിന്ന് പറയും. അപ്പോൾ പിന്നെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ടൈറ്റ് കെട്ടാൻ പറ്റുന്നില്ല എന്നുള്ള. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയേക്കും ഒരു തവണ. പക്ഷേങ്കിൽ പറ്റാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ ഉമ്മ ഇങ്ങനെ കെട്ടിത്തരുന്നതുകൊണ്ട് പിന്നെ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ എന്ത് കാര്യം ഒരാൾ ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ നമ്മളത് പഠിക്കൂല. അതങ്ങനെയാണ്. ചെയ്യാൻ ആരും ഇല്ലയെന്ന് അറിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും പഠിച്ച് പോകും. അത് അങ്ങനെയാണ് സംഭവങ്ങൾ. വേണമെങ്കിൽ കെട്ടാം, അത്ര മൊഞ്ചൊന്നും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഉമ്മ നല്ല വൃത്തിക്ക് കെട്ടിയിട്ട് അവിടെ വെക്കും. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് കുറേ കാലം വെച്ചാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് മുറ്റടിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 4 5 കെട്ട് നമ്മൾ ഈ ഒരു പട്ടയുടെ നീളത്തിനനുസരിച്ചിട്ട് കെട്ടിയെടുക്കേണ്ടി വരും. എന്നിട്ട് സൈഡ് ഭാഗം നല്ലപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ചൂല് റെഡിയായി. ഇനിയിപ്പോൾ പ്രശ്നമില്ല. ഇവരുടെ മുറ്റം എന്തായാലും അടിക്കാൻ ഈ ഒരു ഉമ്മാൻ്റെ തറവാട് വീട്ടിലെ മുറ്റം അടിക്കണം ഈ ഒരു പട്ടച്ചൂല് നിർബന്ധം. നമുക്ക് പിന്നെ മെറ്റലായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഞാൻ ആദ്യമൊക്കെ ഈ ഒരു പട്ടച്ചൂല് വെച്ചിട്ട് തന്നെയാണ് അടിക്കല്. ഇപ്പോൾ ഇളുക്കൽ ചൂല് എനിക്ക് സെറ്റായിട്ടുണ്ട്. ആദ്യം അങ്ങനെ സെറ്റാവലില്ലേനു. കാണില്ല, ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂല് കെട്ടാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കും. ഉമ്മാൻ്റെ ആ ഒരു മെത്തേഡ് പെട്ടെന്ന് കെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ അടിപൊളി ചൂലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ പട്ട ഉപയോഗിച്ചിട്ട് ഒരു 4 ചൂല് ഉമ്മ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമില്ലേ കാണാനായിട്ട് ഇങ്ങനെ കെട്ടിയത്. ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ ആയി കേട്ടോ, നമുക്ക് ചായ കുടിക്കുന്ന ടൈമായിട്ടുണ്ട്. അപ്പോൾ ചായക്ക് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് റൊട്ടി ഉണ്ടേനോന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ചായക്ക് അപ്പാടെ എനിക്ക് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതേനു. അപ്പോൾ പിന്നെ പെട്ടെന്ന് വൈകുന്നേരം നല്ല സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് ഫില്ലിംഗ് ഒക്കെ ചേർത്തിട്ട് മുട്ട വെച്ചിട്ട് ഫില്ലിങ് ചേർത്തിട്ട് പിന്നെ ബ്രെഡ് നിറച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാകുമ്പോൾ വൈകുന്നേരം എൻ്റെ മക്കൾക്ക് കൊടുത്താൽ പിന്നെ രാത്രി അങ്ങനെ ഫുഡിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. നല്ലോണം വയറ് ഫില്ലാവുമല്ലോ. ഇനിയിപ്പോൾ റമളാനല്ലേ വരുന്നത്, ബ്രെഡ് നിറച്ചയുടെ കാലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റമളാനിൽ എന്തായാലും ബ്രെഡ് നിറച്ച് നമ്മൾ ഒരു ദിവസം എങ്ങനെ ഉണ്ടാക്കാണ്ടിരിക്കൂല. നമ്മൾ ആ ഒരു 1 2 എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ബ്രെഡ് കൊണ്ടൊരു മേളം തന്നെയായിരിക്കും. കാരണം നല്ല ചൂടാണല്ലോ. കുഴക്കാനും പരത്താനുള്ള മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നുകിൽ ബ്രെഡ് നിറച്ചല്ലേ ബന്ന് നിറച്ച് അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ റെസിപ്പി ഇപ്രാവശ്യം ഉണ്ടാവുക. ഒന്നത് ചൂടായതുകൊണ്ട്. മഴക്കാലത്ത് പിന്നെ പ്രശ്നമില്ല കേട്ടോ. എണ്ണക്കടിയൊന്നും ഉണ്ടാക്കുന്നതിന് നല്ലൊരു പിന്നെ വൈബായിരിക്കും എണ്ണക്കടി ആ ഒരു ചായയൊക്കെ കഴിക്കാൻ. പക്ഷേ ചൂട് കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് വിയർത്ത് കുളിച്ച് ആലോചിക്കാനേ വയ്യ. അതുകൊണ്ട് ഇതൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ടുള്ള ഈസി റെസിപ്പി ആയിരിക്കും കേട്ടോ. ഞാൻ റമളാനിൽ ഫോളോ ആക്കാം. ഇൻഷാല്ല അത്രേ പറയാൻ പറ്റുള്ളൂ. കാലിന് വയ്യാത്തതുകൊണ്ട് ഞാൻ ആകെ ടെൻഷനിലാണ് ഉള്ളത്. കാരണം നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരുപാട് പ്ലാനിങ് ഉണ്ട്. റമളാൻ്റെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം എന്നുള്ളത്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാനിങ്ങനെ സൈഡായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. കാലിൻ്റെ വേദനയൊക്കെ മാറി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നമ്മളെ ജോലികളൊക്കെ നമുക്ക് ചെയ്തിട്ട് റമളാൻ അടിപൊളിയായിട്ട് വരവേൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെയൊക്കെ നമ്മളതാ പറഞ്ഞു, മുൻകൂട്ടി ഒന്നും പ്രതീക്ഷിക്കണ്ട. ഒന്നും നമ്മളെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടല്ല നമ്മളെ ലൈഫ് പോകുന്നത്. അതെല്ലാവരും പ്രത്യേകിച്ച് ഓർമ്മിച്ചോ. അപ്പോൾ തവക്കൽത്തു അലല്ല. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പട്ടിണി ഇല്ലാതെ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളിപ്പോൾ പറയും കാലിന് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ഉമ്മ ഒന്നും വേണ്ട നമുക്ക് അങ്ങനെയൊക്കെ മതി എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വിചാരിക്കും അവർ എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഒന്നും വേണ്ടാന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ മക്കൾ വിശന്നിട്ടിരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാത്ത കാര്യമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ എഴുന്നേറ്റ് ആ വേദനയൊക്കെ സഹിച്ച് നമുക്ക് കുക്ക് ചെയ്യാനുള്ളൊരു ധൈര്യവും ശക്തിയും ആരോഗ്യവും ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. ഓരോ പാരൻറ്റിനും ഞാൻ പറഞ്ഞത് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉമ്മ അപ്പുറത്തുനിന്ന് കുറച്ച് മുതിര പുഴുങ്ങിയിട്ടും കൊടുത്തയച്ചിന്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിച്ച് അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ.